മലയാളത്തിൻ്റെ എന്താ പറയുക പ്രിയപ്പെട്ട നിർമ്മാതാവ് എന്ന് പറയാവുന്ന, കച്ചവടത്തിനപ്പുറം കലയായി സിനിമയെ കാണണമെന്ന് ദാഹിച്ച, ബംഗാളി സിനിമകൾ മാത്രമല്ല ഇന്ത്യയിൽ മലയാളം എന്ന് പറഞ്ഞൊരു കൊച്ചു സംസ്ഥാനത്തും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രതിഭകളുണ്ടെന്ന് തെളിയിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മാതൃകയാക്കാവുന്ന തരത്തിൽ 90 വർഷക്കാലം ജീവിച്ച, പ്രിയപ്പെട്ടവർ രവി മുതലാളി എന്ന് വിളിക്കുന്ന, അച്ചാണി രവി എന്ന് ഒരുപാട് കാലം മലയാളി വിളിച്ച, ജനറൽ പിക്ചേഴ്സ് രവി എന്ന് വിളിച്ച രവീന്ദ്രൻ നായർ എന്ന് പറഞ്ഞ പ്രശസ്തനായ നിർമ്മാതാവ് ഒരുപാട് കാലമായി, അദ്ദേഹം ഏതാണ്ട് ഒരു 10 വർഷക്കാലമായി അസുഖബാധിതനാണ്. 90 വയസ്സ് തികഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും ഈ ലോകം വിട്ടുപോയി. സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം മികച്ച സിനിമകൾക്കായും നാടിനായും വിനിയോഗിച്ച മനുഷ്യനായിരുന്നു അച്ചാണി രവി എന്ന് പറയുന്ന രവി മുതലാളി. എനിക്ക് ഈ മുതലാളി എന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ 100% അദ്ദേഹത്തെ രവി മുതലാളി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അദ്ദേഹം 15 സിനിമകൾ നിർമ്മിച്ചു, 14 തിയേറ്ററിലെത്തി. ഒരു സിനിമ പുറത്തു വന്നില്ല. മഞ്ഞ് എന്ന് പറഞ്ഞ് MT വാസുദേവൻ നായർ സാർ സംവിധാനം ചെയ്ത സിനിമയുടെ ഹിന്ദി വേർഷൻ ശരത് സന്ധ്യ എന്ന് പറഞ്ഞ് ഒരേ സമയം തന്നെ മഞ്ഞും ശരത് സന്ധ്യയും ഒന്നിച്ചാണ് ഷൂട്ട് ചെയ്തതെങ്കിലും എന്തോ പ്രശ്നം കൊണ്ട് ഹിന്ദി സിനിമ റിലീസായില്ല, ഇതുവരെ റിലീസായിട്ടില്ല. ആ ചിത്രവും കൂടെ ചേർത്താൽ 15 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അതിൽ 18 സംസ്ഥാന ദേശീയ അവാർഡുകൾ വാങ്ങിയ ചിത്രങ്ങളായിരുന്നു അദ്ദേഹം നിർമ്മിച്ച സിനിമകളെന്ന് പറയാം. അത് ആദ്യത്തെ സിനിമയായ അന്വേഷിച്ചു കണ്ടെത്തിയില്ല മുതൽ അവസാനമെടുത്ത വിധേയൻ വരെ ദേശീയ അന്തർദേശീയ അവാർഡുകളടക്കം ഒരുപാട് വാരിക്കൂട്ടിയ സിനിമകളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത്. JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ഒരു പത്മ പുരസ്കാരം പോലും രവി മുതലാളിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ആ പുരസ്കാരത്തിൻ്റെ വില ഇല്ലാതാക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നല്ല സിനിമകൾക്ക് വേണ്ടി നിന്ന നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, സത്യസന്ധമായി ഇൻകം ടാക്സ് കൊടുത്ത വ്യവസായി ഒക്കെ ആയിട്ട് പോലും അദ്ദേഹത്തിനൊരു പത്മ പുരസ്കാരവും കിട്ടിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് 2010 പത്തനാപുരം ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിൽ പ്രഥമ രത്നശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. തെങ്ങമം ബാലകൃഷ്ണനും കാക്കനാടനും കൂടി ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു ചെറിയ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് രത്നശ്രീ പുരസ്കാരം നൽകിയത്. പിന്നെ അദ്ദേഹത്തിന് പ്രണവം എന്ന് പറഞ്ഞ കൊല്ലത്ത്, ഉഷ എന്ന് പറഞ്ഞ 2 തിയേറ്ററുകളുണ്ട്. 2 തവണ അദ്ദേഹം കേന്ദ്ര അവാർഡ് കമ്മിറ്റി ജൂറിയിലുണ്ടായിരുന്നു, 2 തവണ സംസ്ഥാന അവാർഡ് കമ്മിറ്റി ജൂറിയിലും ഉണ്ടായിരുന്നു. KSFDCയുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡിലും അദ്ദേഹം ഉണ്ടായിരുന്നു. സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിലും രവി മുതലാളി ഉണ്ടായിരുന്നു. 1981 ദേശീയ ചലച്ചിത്രോത്സവത്തിലെ ജൂറിയായിരുന്നു. കുഴിത്തുറയിൽ, ഇവിടെ നാഗർകോവിലിനടുത്ത് കുഴിത്തുറയിൽ നിർധനരായ ആൾക്കാർക്ക് വേണ്ടി സൗജന്യമായി ഒരു കല്യാണ മണ്ഡപം അദ്ദേഹം പണിതു കൊടുത്തു. കൊല്ലത്തെ പ്രമുഖ വ്യവസായിയായ കൊച്ചുപിലാമൂട് കൃഷ്ണവിലാസം ബംഗ്ലാവിൽ വെണ്ടർ കൃഷ്ണപിള്ളയുടെയും നാണിയമ്മയുടെയും 8 മക്കളിൽ 5ാമനായിരുന്നു രവീന്ദ്രൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും, ഉഷാരവി. കാനന പെണ്ണ് ചെമ്പരത്തി എന്നുള്ള പാട്ടൊക്കെ പാടിയ പിന്നണി ഗായിക കൂടിയായ ഉഷാരവി. അവർ 2013 അവർ മരിച്ചു. എനിക്ക് തോന്നുന്നു ഈ 2013 ഭാര്യ മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം നല്ല രോഗബാധിതനായി മാറിയത്. മക്കൾ പ്രതാപ് നായർ, പ്രകാശ് നായർ, പ്രീത. വിജയലക്ഷ്മി കാഷ്യൂ കമ്പനി എന്ന് പറഞ്ഞ കശുവണ്ടി ഫാക്ടറിയുടെ സാരഥിയായിരുന്നു. 100-ലധികം ഫാക്ടറികൾ, ഏതാണ്ട് 150ഓളം ഫാക്ടറികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 50,000-ഓളം തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു. ആ ഫാക്ടറിയിൽ ഒരിക്കലും ഒരു യൂണിയൻ ഉണ്ടാവുകയോ ഒരു സമരം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ മുതലാളി എത്ര ജനകീയനായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരത്തിന് മുന്നിൽ ഈ പറയുന്ന വിജയലക്ഷ്മി കാഷ്യൂ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു റിട്ടയറായ ഒരു സ്ത്രീ വന്ന് നിന്ന് പൊട്ടി കരയുന്ന ഒരു വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം അവരെത്രമാത്രം ഈ മുതലാളിയെ സ്നേഹിച്ചിരുന്നു എന്ന് ആലോചിച്ചപ്പോൾ. കൊല്ലത്തെ പബ്ലിക് ലൈബ്രറി, സോപാനം കലാഗ്രാമം, ചിൽഡ്രൻസ് ലൈബ്രറി, ആർട്ട് ഗാലറി, ബാലഭവൻ കെട്ടിടം, ജില്ലാ ആശുപത്രി കെട്ടിടം അടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ കൊല്ലത്തിൻ്റെ വികസനത്തിന്
രവി മുതലാളി നൽകിയതുപോലുള്ള സംഭാവന, അദ്ദേഹത്തെ പോലെ തന്നെ ശതകോടീശ്വരന്മാരായ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും ഒരു രവി മുതലാളിക്ക് മാത്രമേ താൻ ജനിച്ചു വളർന്ന കൊല്ലത്ത് ഇത്രയും വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് തോന്നിയുള്ളൂ. പാറപ്പുറത്തിൻ്റെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ നോവൽ സിനിമയാക്കാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞ് പുസ്തകം തെക്കുറിശ്ശി സുകുമാരൻ നായർ വ്യവസായിയായ രവീന്ദ്രൻ നായർക്ക് നൽകി. അക്കാലത്ത് രാമു കാര്യാട്ട്, എ വിൻസെൻ്റ്, പി ഭാസ്കരൻ മുതലായവരാണ് ശ്രദ്ധേയരായ സംവിധായകർ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഞാൻ ആദ്യമായി നിർമ്മിക്കുന്ന സിനിമ എ വിൻസെൻ്റ് സംവിധാനം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ പുസ്തകം വായിച്ചിട്ട് എ വിൻസെൻ്റ് പറഞ്ഞു ഇത് സിനിമയാക്കിയ വിജയിക്കുമെന്ന് തോന്നില്ല. അങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ സിനിമ പി ഭാസ്കരൻ്റെ അടുത്തെത്തുകയും അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തു. 1967 സെപ്റ്റംബർ 8 ഓണപ്പടമായിട്ടാണ് അന്വേഷിച്ചു കണ്ടെത്തിയില്ല തിയേറ്ററിലെത്തിയത്. MS ബാബുരാജിൻ്റെ ആയിരുന്നു സംഗീതം. അതിലൊരു ക്രിസ്ത്യൻ പാട്ടുണ്ട്, മനോഹരമായ പാട്ട്, പാവനന മാട്ടിടെ എന്ന് പറഞ്ഞ് ജാനകിയും ബി വസന്തയും കൂടെ പാടിയത്. അതുപോലെ യേശുദാസ് പാടിയ ഇന്നലെ മയങ്ങുമ്പോൾ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ടുണ്ട്. ജാനകിയമ്മ പാടിയ താമരക്കുമ്പിളിലല്ലോ മാമഹൃദയം എന്ന് പറഞ്ഞ പാട്ടും അന്വേഷിച്ചു കണ്ടെത്തിയില്ലയാണ്. സത്യം മാഷ്, മധുസാറ്, KR വിജയ, കവിയൂർ പൊന്നമ്മ, സുകുമാരി തുടങ്ങി ഒരുപാട് താരങ്ങളുള്ള സിനിമയായിരുന്നു. സൂസമ്മ എന്ന നേഴ്സായിട്ട് KR വിജയ മനോഹരമായി അഭിനയിച്ച സിനിമയായിരുന്നു. പിറ്റേ വർഷം 1968 ആഗസ്റ്റ് 1 റിലീസായ ലക്ഷപ്രഭു, അതും ഭാസ്കരൻ മാഷാണ് സംവിധാനം ചെയ്തത്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റേതായിരുന്നു കഥയും തിരക്കഥയും സംഭാഷണവും. ഈ സിനിമയ്ക്കും ബാബുരാജായിരുന്നു സംഗീതം. മന്മഥനാം ചിത്രകാരൻ എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ പണമൊരു വല്ലാത്ത ഇതെന്ന് പറഞ്ഞൊരു പാട്ട്, സ്വർണ്ണ വളയിട്ട കൈകളിൽ എന്നുള്ള പാട്ട്, നല്ല പാട്ടുകളായിരുന്നു ഈ സിനിമയിലും. പ്രേം നസീറും ഷീലയും അടർവാസിയും ഒക്കെ ആയിരുന്നു താരങ്ങൾ. കഥയും തിരക്കഥയും മലയാറ്റൂർ രാമകൃഷ്ണനാണ് എഴുതിയത്. 1969 ഫെബ്രുവരി 6 ജനറൽ പിക്ചേഴ്സിൻ്റെ മൂന്നാമത്തെ സിനിമ കാട്ടുകുരങ്ങ്, K. സുരേന്ദ്രൻ്റെ നോവലിൽ രൂപം കൊണ്ട കാട്ടുകുരങ്ങ് തിയേറ്ററിലെത്തി. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗകന്യകമാരെ എന്നുള്ള മനോഹരമായ പാട്ട്, അതുപോലെ മാറോടണച്ചു ഞാൻ എന്നുള്ള പാട്ട്, കാർത്തിക രാത്രിയിലെ എന്ന് പറഞ്ഞൊരു പാട്ട്, അതും നല്ല പാട്ടുകളായിരുന്നു. സത്യനും ശാരദയും ജയഭാരതിയും KP ഉമ്മറും PJ ആൻ്റണിയും കവിയൂർ പൊന്നമ്മയും ജോസ് പ്രകാശും ഒക്കെ അഭിനയിച്ച പടമായിരുന്നു കാട്ടുകുരങ്ങ്. 1973 ജൂലൈ 12, അതായത് 69 കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. ആദ്യ സിനിമ സംവിധാനം ചെയ്യാൻ വിളിച്ച എ വിൻസെൻ്റിനെ കൊണ്ടാണ് സംവിധാനം ചെയ്യിച്ചത്. നിങ്ങൾക്കറിയാമായിരിക്കും, അച്ചാണി. ഒരുപാട് കാലം അദ്ദേഹത്തെ അച്ചാണി രവി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അത്രയ്ക്ക് പ്രശസ്തമായ സൂപ്പർ ഹിറ്റായ സിനിമയായിരുന്നു അച്ചാണി. കാരക്കുടി നാരായണൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു നാടകം ഇദ്ദേഹം കാണുകയുണ്ടായി, രവി മുതലാളി. ആ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നി. ഒരു മെഴുകുതിരി പോലെ കുടുംബത്തിന് വേണ്ടി കത്തിത്തീരുന്ന നായകൻ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ മനോഹരമായ പാട്ടുകളുണ്ട്. യേശുദാസ് പാടി അഭിനയിച്ച എൻ്റെ സ്വപ്നത്തിൻ താഴ്വര പൊയ്കയിൽ എന്നുള്ള പാട്ട്, മല്ലിക ബാണന്തൻ്റെ വില്ലെടുത്തു എന്നുള്ള ജയചന്ദ്രൻ പാടുന്ന പാട്ട്, അതുപോലെ സമയമാം നദി എന്ന് പറഞ്ഞ പാട്ടും ഒക്കെ ഈ സിനിമയിലായിരുന്നു. അച്ചാണി ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. 4 ലക്ഷം രൂപയ്ക്കാണ് അക്കാലത്ത് അച്ചാണി തീർന്നത്. പക്ഷേ തിയേറ്ററിൽ നിന്ന് 18 ലക്ഷം രൂപ അക്കാലത്ത് കളക്ട് ചെയ്തു. ആ ലാഭത്തുക കൊണ്ടാണ് കൊല്ലം പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടിയുള്ള സ്ഥലവും കെട്ടിടവും പണിതത്. പുസ്തകങ്ങളടക്കം വാങ്ങിയതെല്ലാം ഈ 18 ലക്ഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1973 എന്ന് പറയുമ്പോൾ വർഷം എത്രയായി? 50 വർഷമായി. 50 വർഷം മുമ്പ് 18 ലക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എത്ര കോടി. പക്ഷേ ആ ലാഭവിഹിതം മുഴുവൻ അദ്ദേഹം കൊല്ലത്തെ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി ചിലവാക്കി. ഞാൻ എൻ്റെ എന്താ പറയുക സീരിയലിലൊക്കെ തിരക്കഥ എഴുതിയ ഗണേശൻ ഓലിക്കരിയുമായിട്ടും എന്തോ ആവശ്യത്തിന് കൊല്ലത്ത്, എനിക്ക് തോന്നുന്നു മല്ലിക യൂനുസിനെ എന്തോ കാണാൻ പോയതാണ്, ചന്ദ്രകലാസ് കമ്മത്തിനെയോ ആരെയോ കാണാൻ പോയതാണ്. പോയപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് ഗണേശൻ എന്നോട് പറഞ്ഞു നമുക്ക് പബ്ലിക് ലൈബ്രറി പോകണം. അവിടുത്തെ എന്താണ് പ്രത്യേകത എന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വെജിറ്റേറിയൻ ആഹാരം മാത്രം കിട്ടുന്ന ക്യാൻറ്റീനാണ്. സത്യത്തിൽ അതുപോലെ രുചിയുള്ള ഭക്ഷണം ഞാൻ പുറത്ത് കഴിച്ചിട്ടില്ല എന്ന് പറയാം. ആരും അധികം ഉച്ചത്തിൽ സംസാരിക്കാതെ, ആരും കൺട്രോൾ ചെയ്യാനൊന്നുമില്ല, പക്ഷേ വളരെ നിന്നുകൊണ്ടേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് നിന്നാണ് കഴിച്ചത്. സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അതിൽ പാത്രം വെച്ചിട്ട് നിന്നുകൊണ്ട് ഭക്ഷിക്കണം. പക്ഷേ മനോഹരമായ നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. കാരക്കുടി നാരായണൻ്റെ നാടകം കണ്ടു. ജ്യേഷ്ഠൻ കുഞ്ഞുകിഷോളയുടെ വിയോഗം ആ സമയത്ത് ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രവി മുതലാളി ഓർത്തു. കുടുംബത്തിനായി
ഉരുകിത്തീരുന്ന തയ്യൽക്കാരൻ്റെ കഥ. ടൈലർ വാസു എന്നാണ് നസീർ സാർ ചെയ്ത വേഷത്തിൻ്റെ പേര്. പറയാമോ എന്ന് എനിക്കറിയില്ല. ഈ അച്ചാണിയെ ചുരണ്ടിയതാണ് വാത്സല്യം. അച്ചാണി സിനിമ കണ്ടാൽ നമുക്ക് വാത്സല്യം ഒന്നും അല്ലാന്ന് തോന്നും. ആ സിനിമയിൽ നിന്ന് വിദഗ്ധപൂർവ്വം ലോഹിതദാസ് ചുരണ്ടിയതാണ് വാത്സല്യം. തോപ്പിൽ ഭാസിയാണ് അച്ചാണിയുടെ തിരക്കഥ എഴുതിയത്. അച്ചാണി റിലീസായിട്ട് ഈ വരുന്ന 12-ാം തീയതി. അദ്ദേഹം മരിച്ച് 4 ദിവസം കഴിയുമ്പോൾ 50 വർഷമാവുകയാണ് അച്ചാണി റിലീസ് ചെയ്തിട്ട്. പണം സമ്പാദിക്കുന്നതിൽ മാത്രം ഒരർത്ഥവുമില്ല എന്ന വിശ്വാസക്കാരനായിരുന്നു രവി മുതലാളി. ചിലവിടുമ്പോൾ തൻ്റെ താല്പര്യങ്ങൾക്ക് സ്ഥാനവുമില്ല. അതായത് ഞാൻ കാശ് ചിലവാക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും എന്ന് പറയുന്ന ആളുമായിരുന്നില്ല രവി മുതലാളി. സെറ്റിൽ പോകാത്ത നിർമ്മാതാവായിരുന്നു ജനറൽ പിക്ചേഴ്സിൻ്റെ ഉടമയായ രവി മുതലാളി. ഒരു സെറ്റിലും അദ്ദേഹം പോകില്ല. അദ്ദേഹം വീട്ടിലിരിക്കുകയുള്ളൂ. പറയുന്ന കാശ് കൊടുത്തയക്കും എന്നുള്ളതല്ലാതെ ഒരു സെറ്റിലും രവി മുതലാളി പോയിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച മരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരി, ആലോചിച്ചു, നമ്പൂതിരി സാർ പോയതിൻ്റെ തൊട്ട് പുറകെ രവി മുതലാളിയും പോയി. MB ദേവൻ, കാനായി കുഞ്ഞിരാമൻ, ക്യാമറാമാൻ ഷാജിയൻ കരുൺ, കാവാലം, ജയബാലപ്പണിക്കർ, ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കലാകാരന്മാരെ കൈപിടിച്ചുയർത്തിയ മനസ്സുള്ള മനസ്കനായിരുന്നു രവി മുതലാളി. പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി 75 ലക്ഷം രൂപ അദ്ദേഹം ചെലവിട്ടു. 27 ജോലിക്കാർ പബ്ലിക് ലൈബ്രറിയിൽ, കൊല്ലത്തെ പബ്ലിക് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നു. ഈ 27 പേരുടെയും ശമ്പളം കൊടുക്കുന്നത് രവി മുതലാളിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കും. സംവാദത്തിനായി, അതായത് ആശയ സംവാദനങ്ങൾ നടത്താനായിട്ട് സോപാനം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം കെട്ടിയുണ്ടാക്കി. സമാന്തര സിനിമാ തിയേറ്റർ ഉണ്ടാക്കി. ജവഹർ ബാലഭവൻ ഉണ്ടാക്കി. അച്ഛൻ്റെയോ രവി മുതലാളിയുടെ പേര് ഈ സ്ഥാപനങ്ങൾക്ക് ഏതിനെങ്കിലുമൊക്കെ ഇടാമെന്ന് പലരും പറഞ്ഞിട്ടും അത് വേണ്ട. ജവഹർ ബാലഭവൻ കെട്ടിടത്തിന് മാത്രം അദ്ദേഹം പേരിട്ടു അമ്മ. അല്ലാതെ നാണിയമ്മ എന്ന ഒന്നുമല്ല, അമ്മ എന്നാണ് ആ കെട്ടിടത്തിന് പേരിട്ടത്. 3 നിലയിലുള്ള ശിശുരോഗ ചികിത്സാ മന്ദിരം കെട്ടിക്കൊടുത്തു. രക്തബാങ്ക് ഉണ്ടാക്കി കൊടുത്തു. ജില്ലാ ആശുപത്രിയിലെ ECG യൂണിറ്റ് ഉണ്ടാക്കി കൊടുത്തു. കൊല്ലത്തെ കഥകളി ക്ലബ്ബ് ഉണ്ടാക്കി. ഫാസ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചു. പിന്നെ നിരവധി കൊല്ലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള നിരവധി വായനശാലകളും എന്താ പറയുക സംഘടനകളും ഒക്കെ ഉണ്ടാക്കിയതിൽ രവി മുതലാളിയുടെ ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. 1933 ജൂൺ 3-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ഇക്കഴിഞ്ഞ ജൂൺ 3-ാം തീയതി അദ്ദേഹത്തിന് 90 വയസ്സായി. നവതി ആഘോഷിച്ചു. പക്ഷേ പുറത്തുനിന്ന് ഒരാളെയും ആഘോഷത്തിന് വിളിച്ചില്ല. കാരണം വളരെ അവശനായിരുന്നു അദ്ദേഹം. കൊല്ലം കൺട്രോൾമെൻറ്റ് സ്കൂളിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം സർക്കാർ ബോയ്സ് സ്കൂളിലായി. അത് കഴിഞ്ഞ് കൊല്ലം ഫാത്തിമ കോളേജിൽ നിന്ന് BSc കരസ്ഥമാക്കി. 1957 അദ്ദേഹം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. വാസ്തവത്തിൽ BSc കഴിഞ്ഞിട്ട് അദ്ദേഹം മെഡിസിന് പോകാനുള്ള അഡ്മിഷൻ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പക്ഷേ നനച്ചിരിക്കാതെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റു നടത്തേണ്ട അവസ്ഥയിലാവുകയും അദ്ദേഹം ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. മെഡിസിന് പോകാൻ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മെഡിസിന് പോകാത്ത നന്നായി എന്ന് ഞാൻ പറയും. കാരണം മെഡിസിന് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ രവി മുതലാളിയും കിട്ടില്ല, ഈ ജനറൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ സിനിമാ കമ്പനിയും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. അച്ഛന് മുദ്രപത്രങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെണ്ടർ കൃഷ്ണപിള്ള എന്ന് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു. 23-ാമത്തെ വയസ്സിലാണ് രവി മുതലാളി കശുവണ്ടി വ്യവസായത്തിലേക്ക് ഇറങ്ങുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി ചെമ്പിൽ തീർത്ത റിലീഫ് വർക്കുകൾ മുഴുവൻ കണ്ട് അതിൽ അതിശയം തോന്നിയിട്ട് അതെല്ലാം വാങ്ങി അദ്ദേഹം സ്വന്തം വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു, അലങ്കരിച്ചു. കൊല്ലം നാണി ഹോട്ടൽ എന്ന് പറഞ്ഞ സ്റ്റാർ ഹോട്ടലുണ്ട്. അത് ഒരു 5 സ്റ്റാർ ഹോട്ടലായിട്ടാണ് കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 5 സ്റ്റാർ ഹോട്ടലാവണമെങ്കിൽ ബാറ് വേണം. അദ്ദേഹം പറഞ്ഞു, കള്ള് കച്ചവടം നടത്തി എനിക്ക് ലാഭം വേണ്ട, ബാറ് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ 3 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റി. ഇന്നത്തെ ഏത് മുതലാളി ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാനായി കൊണ്ട് സോപാനം ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലുള്ള ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യിച്ചു. 1973 ജൂൺ 12-ന് റിലീസായ അച്ചാണിയിലെ എൻ്റെ സ്വപ്നത്തിന് താഴ്വര പൊയ്കയിൽ വന്നിറങ്ങിയ എന്ന് പറഞ്ഞാൽ മനോഹരമായ പാട്ടുണ്ടല്ലോ, അത് വിൻസെൻ്റ് മാഷിന് ഒരേ വാശി. ഇത് യേശുദാസ് തന്നെ സ്ക്രീനിൽ പാടി അഭിനയിക്കണം. രവി മുതലാളി പറഞ്ഞാൽ എന്താ, യേശുദാസിന് തന്നെ വെച്ചോളൂ, അദ്ദേഹം എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നോ അതെല്ലാം സമ്മതിച്ചു കൊടുത്തു, അദ്ദേഹം തന്നെ വയ്ക്കുമെന്ന് പറഞ്ഞു. യേശുദാസാണ് അതിൽ സുധീറും സുജാതയുമായിട്ടുള്ള ഹണിമൂൺ ആഘോഷിക്കുന്ന സമയത്ത് യേശുദാസ് ഇങ്ങനെ മെത്ത വിരിച്ചിട്ട് അതിൽ തറയിൽ കിടന്നാണ് പാടുന്നത്, കയ്യൊക്കെ കുത്തി നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഭരതൻ
ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഭരതേട്ടൻ പോയെങ്കിലും ജീവനുള്ള ഭരതേട്ടനെ കാണണമെങ്കിൽ ഈ പറഞ്ഞ അച്ചാണിയിലെ ഈ പാട്ട് കണ്ടാൽ മതി. പി ഭാസ്കരൻ, ദേവരാജൻ ടീം ആദ്യമായി പിറന്നതും ഇതിലാണ്. 5 പാട്ടുകളുണ്ടായിരുന്നു. മല്ലിക ബാണൻ തൻ്റെ വില്ലെടുത്തു എന്നുള്ള പാട്ട് ജയചന്ദ്രനും മാധുരിയും കൂടെ പാടി. സമയമാം നദി പുറകെ ഒഴുകി എന്നുള്ള പി സുശീല പാടിയ പാട്ട്. പിന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡ് ആ വർഷം അച്ചാണിയാണ് നേടിയത്.